പ്രിയപ്പെട്ടവരെ, കഥ പറയുമ്പോൾ എന്ന ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞത് ഒരു അഭിമാനമായിട്ടും ഭാഗ്യമായിട്ടും കരുതുകയാണ്. ലൂമിയർ കമ്പനി ഇനിയും ഇതുപോലുള്ള നല്ല ചിത്രങ്ങൾ നിർമ്മിക്കാൻ അവർക്ക് കഴിയട്ടെ. നിർമ്മിക്കുന്ന എല്ലാ ചിത്രങ്ങളിലും എനിക്കും അഭിനയിക്കാൻ അവസരം തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം മറ്റാർക്ക് ക്യാഷ് കൊടുത്തില്ല എങ്കിലും എനിക്ക് ക്യാഷ് തരാനുള്ള ബുദ്ധി ദൈവം അവർക്ക് തെളിയിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പഴയ ഒരു ഐറ്റമുണ്ട്, ഒരു വൺ മാൻ ഷോ. ആ ചെറിയ ഐറ്റം ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. മലയാള ചലച്ചിത്രവേദിയിലെ പ്രശസ്ത താരം ശ്രീ KB ഗണേഷ് കുമാർ മന്ത്രിയായതോടുകൂടി മറ്റ് സിനിമാ താരങ്ങൾക്കും ഒരു മോഹമുണ്ടായി തങ്ങൾക്കും മന്ത്രിയാകണമെന്ന്. അങ്ങനെ അവരും മത്സരിച്ച് മന്ത്രിമാരായി നിയമസഭയിലെത്തി. ഈ സമയം കുപ്രസിദ്ധ വനം കൊള്ളക്കാരൻ വീരപ്പൻ തനിക്ക് കേരളത്തിൽ അഭയം വേണം എന്നുള്ള ആവശ്യവുമായി എത്തുകയാണ്. വീരപ്പന് കേരളത്തിൽ അഭയം കൊടുക്കണോ വേണ്ടയോ എന്ന ചർച്ചയിലാണ് മന്ത്രിമാരായ സിനിമാ താരങ്ങളും മറ്റ് രാഷ്ട്രീയ നേതാക്കളും. ചർച്ചയ്ക്ക് നേതൃത്വം വഹിക്കുന്നത് മലയാള സിനിമയുടെ കാരണവർ ശ്രീ മധു. നിങ്ങളുടെ ശ്രദ്ധയെ നിയമസഭയിലേക്ക് സ്വാഗതം ചെയ്യാണ്. സൈലൻസ്, സൈലൻസ്. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന എന്തിനാണെന്നറിയാലോ? പിടികിട്ട പുള്ളി വീരപ്പന് കേരളത്തിൽ അഭയം കൊടുക്കണോ വേണ്ടേ എന്നുള്ള ചർച്ചയ്ക്കാണ്. ചർച്ച ആരംഭിക്കുകയാണ്. ആദ്യമായി അന്തരിച്ചു പോയ മുൻ മുഖ്യനോട് അഭിപ്രായം ചോദിക്കാം. എന്താ മുൻ മുഖ്യന്റെ അഭിപ്രായം? ഓന്റെ ഗവൺമെന്റ് വ്യക്തമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഓരോണെങ്കിൽ എന്റെ ഒരു ക്ലിപ്പ് എഴുതി കൊടുക്ക. അതിൽ കൂടുതൽ വേണമെങ്കിൽ ഒരു നീണ്ട ഹർജി എഴുതി ഒന്ന് ഡൽഹിക്കും ഒന്ന് എന്റെ മേശപ്പുറത്തും വെക്ക്. പറ്റുമെങ്കിൽ അത് പരിഗണിക്കാം. സമ്മതിക്കില്ല, ഞാൻ ഒരു കാലത്ത് സമ്മതിക്കില്ല. ക്ലിപ്പോസെന്നാൽ എനിക്ക് നീന്തി തുടിക്കാനുള്ള പറ്റുകയാണെങ്കിൽ ഇനിയും 5 വർഷക്കാലം നീന്തി തുടിക്കേണ്ടതാണ്. ഓന്റെ വാക്കകത്ത് പഞ്ഞു കുത്തി കേട്ടടോ. എന്തു പറഞ്ഞാലും എലിയലിക്കുന്നവര് ചലിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളിങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത്. നാട്ടുകാർ കണ്ട മോശമാണ്. നാട്ടുകാർ കാണുമ്പോഴുള്ളോട് കുഴപ്പം, അല്ലാത്തപ്പോ നമ്മൾ അളിയന്മാരെ പോലെ അല്ലില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം എന്താ? എന്താ ശരിക്കും പറഞ്ഞാല് ഹൈക്കമാൻഡ് എന്ത് പറഞ്ഞോ തീർച്ചയായിട്ടും ഞാൻ സ്വീകരിച്ചിരിക്കും. ഇപ്പൊ ഹൈക്കമാൻഡിനോട് കിരട്ടിച്ചാടാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ കിരട്ടിച്ചാടിയിരിക്കും. ഹൈക്കമാൻഡിനോട് രാജിവെക്കാൻ പറഞ്ഞാൽ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി മുഖ്യമന്ത്രിയുടെ അഭിപ്രായം എന്താ? കേരളത്തിന്റെ ഇത് അരമണിക്കൂർ പരിപാടിയാണ്, 10 ദിവസത്തെ പരിപാടിയല്ല. വരുന്ന 2 വർഷവും കേരള ടീമിന്റെ ധോണി ഞാൻ തന്നെയാ. പിന്നെ പിണങ്ങാറായിക്കിപ്പോൾ ഹർഭജൻ സിംഗിന്റെ അവസ്ഥയാ. ടീമിലുണ്ടോ? ഉണ്ട്. കളിക്കുന്നുണ്ടോ? ഇല്ല. മുട കണ്ടാൽ ഇടപെടുമണ്ണ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നരേന്ദ്രപ്രസാദിന്റെ അഭിപ്രായം എന്താ? രാഷ്ട്രീയ കളികളിൽ ചെറുതും വലുതുമായിട്ട് ഒരുപാട് മൂർഖം പാമ്പുകളെ ഈ നമ്പ്യാർ കണ്ടിട്ടുണ്ട്. ഒരുപാട് വിഷപ്പല്ലുകൾ ഈ നമ്പ്യാർ പറിച്ചിട്ടുമുണ്ട്. ഈ കൈകൾ വെച്ച്. വീരപ്പൻ കൊള്ളാം. അവന്റെ സ്മാർട്ട്നസ് എനിക്ക് ഇഷ്ടമായി. വീരപ്പന്റെ സ്മാർട്ട്നസിനെ കുറിച്ച് ചോദിക്കാനല്ല തന്നെ വിളിപ്പിച്ചത്. അവനോട് അഭയം കൊടുക്കണോ വേണ്ടേ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ബോംബെയിൽ നിന്ന് പട്ടേൽ വിളിച്ച് പറഞ്ഞാന്നറിയണ്ടേ? എനിക്കറിയാം. ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ, മുറ്റത്തൊരു മൈന, സുരേഷ് തിരിഞ്ഞു നോക്കി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പപ്പുല്ലേ? ആരാ പപ്പൂല്ലെന്ന് ചോദിച്ചത്? പപ്പൂല്ല മന്ത്രിസഭയിൽ നിന്നും പുറത്തിയാടി. പപ്പുല്ലെന്നല്ല, പപ്പുല്ലെന്നാ പറഞ്ഞേ. സുരേഷ് ഗോപിയുടെ അഭിപ്രായം എന്താ? സെക്രട്ടേറിയറ്റിലും കണ്ണിമാറ മാർക്കറ്റിലും കാലണയ്ക്ക് കഞ്ചാവ് വിറ്റുടന്നൊരു ചരിത്രം ഉണ്ടായിരുന്നു വീരപ്പന്. അതുകൊണ്ട് ഒരിക്കലും ഇവനോട് അഭയം കൊടുക്കാൻ പറ്റില്ല. ചൂടാകാതെടാ, ചൂടാകാതെ. അസീസിന് എന്താ സുരേഷ് ഗോപിയോട് പറയാനുള്ളത്? ഡ്യൂട്ടി കഴിയുന്ന പോലീസ് ഉദ്യോഗസ്ഥന് ഇവൻ തല്ലിയെന്ന് കേട്ടു. ഇവൻ വെറും സർക്കിളാ, വട്ടപൂജ്യം. കൂടുതൽ വേല കാണിച്ചാൽ ഇടിച്ച് നിന്റെ ബൾബ് ചെയ്യാനെടുക്കും. അല്ല പിന്നെ. നിങ്ങളിങ്ങനെ പ്രശ്നമുണ്ടാക്കരുത്. രാജൻ ബി ദേവിന്റെ അഭിപ്രായം എന്താ? ഇട കഴിവേറിക്കാം മകനെ. നിന്റെയൊക്കെ ഇപ്പൻ വെച്ചതോ പണ്ട് എനിക്ക് വേണ്ടി പല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പല്ല പുല്ലുകളെ താൻ കിടന്ന് ചീത്ത വിളിക്കാതെ മാറിയേക്കൂടോ. കൊച്ചു പ്രേമന്റെ അഭിപ്രായം എന്താ? പക്ഷേ ആ പറ്റിയെ വിട്ടുള്ള ഏർപ്പാട് അതത്ര ശരിയായില്ല കേട്ടോ.
പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്ന പോലെ ഇവിടെ മുണ്ടു പറയുന്ന കുട്ടികളുണ്ട് എന്നുകൂടി എഴുതി വെക്കുന്നത് വളരെ നന്നായിരിക്കും. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. ബിന്ദു പണിക്കരുടെ അഭിപ്രായം എന്താ? എടാ അശോക, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെ അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. നിന്നെ സ്നേഹിക്കാൻ ഞാനുണ്ട്. മുരളിയുടെ അഭിപ്രായം എന്താ? അരേ വാട്ട് എ ബൊംബാസ്റ്റിക് എക്സ്പ്ലോഷൻ. താനെവിടെ പോണം? വീരപ്പനുമായി സംസാരിക്കണം. നിസ്സാര പ്രശ്നമല്ലേടൂ. വീരപ്പനുമായി സംസാരിക്കുന്ന അത്ര നിസ്സാര പ്രശ്നമല്ല. അങ്ങനെയാണെങ്കിൽ താൻ പോയി സംസാരിക്ക്. കൊല്ലക്കുടയിലെ മുയലിനെ താൻ ഉടുക്കൂട്ടി പേടിപ്പിക്കരുത്. നിക്ക് 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 മധു സാറേ, എനിക്ക് ലേശം വെള്ളം വേണം. വെള്ളം ഉണ്ടെങ്കിലേ താൻ പറയൂടാ ശ്രീനിവാസ. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ കിണറ്റി ചാടി കുടിച്ചോളാം. ഇവന് വട്ടായെന്നാ തോന്നുന്നേ. വട്ട് തന്റെ അപ്പന്. താൻ എന്താ പറഞ്ഞത്? എനിക്ക് വട്ടാണെന്നോ? അത് കാര്യമായിട്ടാണോ തമാശക്കാണോ പറഞ്ഞത്? കാര്യമായിട്ട് എന്നടാ. അതുകൊണ്ട് കൊള്ളാം. തമാശ എനിക്ക് തീരെ ഇഷ്ടമല്ല. അത് കരിക്കട്ടെ, ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്ദ്രൻസിനോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആക്ച്വലി ഈ വീരപ്പൻ എങ്ങനെ ഇരിക്കും? ചിലപ്പോ തറയിലിരിക്കും, ഇല്ലെങ്കിൽ കസേരയിലിരിക്കും, അതുമല്ലെങ്കിൽ തോന്നിയെടുത്ത് കയറിയിരിക്കും. ഓ എന്റെ പൊന്നു കർത്താവേ, എടാ കേന്ദ്രത്തിൽ നിന്ന് ചില മന്ത്രിമാർ എത്തിയിട്ടുണ്ട്. അവർക്കൂടി സംസാരിക്കാനുള്ള അവസരം കൊടുക്കട. അല്ലല്ലേ. ജനാർദ്ദനം പറഞ്ഞ സ്ഥിതിക്ക് ഇനി അവര് സംസാരിക്കട്ടെ. പ്രിയമുള്ള എന്റെ നാട്ടുകാരെ, നിങ്ങളെല്ലാം ഒരുമിച്ച് കണ്ടപ്പോൾ എനിക്കെന്തെന്നില്ലാത്ത സന്തോഷമാണ്. അത് കേരിക്കട്ടെ. കേന്ദ്രത്തിൽ മറ്റു മന്ത്രിമാർക്കെല്ലാം സുഖമാണോ? എന്തോന്ന് സുഖം. പിന്നെ വനിതാ മന്ത്രി ശിൽക്ക് സ്മിത ഉള്ളത് കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. സത്യമാഷിന്റെ അഭിപ്രായം എന്താ? തടിയാ, അടുത്തു വരൂ. ഞാൻ നാളെ അമേരിക്കക്ക് പോവാണ് ചൂണ്ടയിടാൻ. ചൂണ്ടയിട്ട് വരുമ്പോ വലിയൊരു മീൻ കൊണ്ടുവരാം, പള്ളത്തി. ഇത് പറയാനുള്ളല്ലെങ്കിൽ ചാടി പുറപ്പെട്ടത്. ആക്ച്വലി സുകുമാരൻ ചേട്ടന്റെ അഭിപ്രായം എന്താ? അമ്പടിക്കള്ളി. അല്ല, ഇതാര് ഫിലിമിനെ ചോദിച്ചു? വന്നാട്ടെ ഇരുന്നാട്ടെ. കുടിക്കാൻ ചായയോ അതോ കാപ്പിയോ? നിക്കട അവിടെ നിക്കാരെ പറഞ്ഞത്. എനിക്ക് ചായ വേണ്ട, കാപ്പി വേണ്ട. എനിക്ക് ലേശ പരിധിയിൽ മതി. അയ്യോ പാവം, പനിനീര് രാവിലെ നിമിഷം കിട്ടില്ല. വല്ല ബ്രാൻഡി വിസ്കോ വേണമെങ്കിൽ അത്യാവശ്യത്തിന് എടുക്കാന്നേ ഉള്ളൂ. ഈശ്വര, എന്നോട് എന്തിനട ഈ ക്രൂരത? ക്രൂരതയല്ല. മന്ത്രിയാണെങ്കിൽ അക്ഷരാഭ്യാസം ഉണ്ടല്ലേ. ക്രൂരതയല്ല. പറയുമ്പോൾ തെളിച്ചു പറയണം. കൂതറ. ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല. നീ വാടാ മധു, നമുക്കൊല്ലേ ഇവന് ബാക്കിന് പോവാം. വേണ്ട. എന്താ മോഡി ബാക്കിന് പോവാടാ? അതും വേണ്ട. പിന്നെ എന്തിയാ മധുവിന്റെ പരിപാടി? വാകളവി നമുക്കൊല്ല ഇരുട്ട് വാകിനും പോവാം. എത്തുവാടെ ഇവിടെ വെട്ടവിളിച്ചതുമില്ലേ? ഇതാര് ജഗതി മന്ത്രിയോ? താൻ ഇത്രയും നേരം എവിടെയായിരുന്നു? ക്രിക്കറ്റ് കളി കാണുകയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ക്രിക്കറ്റ്? ഇതാണോ ക്രിക്കറ്റ് കളി? ഒരുത്ത ബാളെടുത്ത് എറിയുന്നു, മറ്റവൻ അടിച്ചു കളയുന്നു. അടിച്ചു കളയാനാണെങ്കിൽ പിന്നെ എന്തിനടെ പുല്ല് കളിക്കണത്? എന്താണ് ഹെലികോപ്റ്റർ വെള്ള സാരി കടന്ന് പറക്കുന്നത്? എക്സ്ക്യൂസ് മീ, അത് വെള്ള സാരിയല്ല, വീരപ്പന്റെ പാന്റാ. ദേവമാവ് അതിൽ നടത്തി ചാടാനുള്ള പരിപാടിയാണല്ലോ. വഴിമാറടാ. എന്റെ അമ്മേ. ചാടിയത് പാർപ്പുത്തായതുകൊണ്ട് എനിക്കൊന്നും സംഭവിച്ചില്ല. പോടാ പറ്റി. മനുഷ്യന്റെ നെഞ്ചത്തടുത്ത് ചാടിയിട്ടാണോ പാറപ്പുറം എന്ന് പറയുന്നത്? വഴിമാറടാ. എനിക്ക് അഭയം തന്നില്ലെങ്കിൽ കൃത്യം 11 മണിക്ക് തന്നെ കേരളം ചാമ്പലാക്കിയിരിക്കും. എടോ വീരപ്പൻ എന്ന് പേരുള്ള തേർഡ് റേറ്റ് സെറ്റ്, താൻ ആരാടോ? നാട്ടുരാജാവോ? തന്റെ കളറിയും തരികയുടെ നമ്പരും എല്ലാം ചെലവാകും. അങ്ങ് കാട്ടില്. ഇത് സ്ഥലം വേറെയാ. ഒരുപാട് കളി കണ്ടവനാ ഞാൻ. ഒന്നിനും പറ്റിയില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിട്ട് ജഗന്നാഥൻ ഈ മണ്ണ് വിടൂ. നീ പോ മോനെ വീരപ്പ. വീരപ്പൻ എന്ന് നിന്റെ അമ്മയുടെ മടിയിരുത്തി പേരിട്ടോടാ. ഡോൺ മിസ്റ്റർ വീരപ്പൻ. ഇന്ത്യൻ എസ്ടി കോഡ് അനുസരിച്ച് താൻ അറസ്റ്റിരിക്കാം. എന്തിന്? ഒരു ഷട്ടിലിൽ കൊള്ളാവുന്നതിനേക്കാൾ കൂടുതൽ പോക്കറ്റ് വെച്ച് പോക്കറ്റടിക്കാരെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് ഇന്ത്യൻ ടൈലറിംഗ് ആക്ട്. പിന്നെ ബെൽ ബോട്ടം പേരുന്ന വേചന പാവാടയെടുത്ത് ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിച്ചതിന് ഇന്ത്യൻ മസിൽ ആക്ട്. മസിലിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പലരും ഓർമ്മ വരികയാണ്. എനിക്ക് അഭയം തന്നില്ലെങ്കിൽ കൃത്യം 11 മണിക്ക് തന്നെ കേരളം ചാമ്പലാക്കിയിരിക്കും. വീരപ്പൻ ഏതായാലും കേരളം തകർക്കുന്നുള്ള കാര്യം ഉറപ്പാ. ഞാൻ ഈ തടിയും വെച്ച് ഇന്ന് ഓടിയാലേ നാളെ വീട്ടിലെത്തൂ. വഴിമാറടാ പട്ടിയല്ലേ. ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. ഇത് അഭിമാനം എത്തിക്കഴിഞ്ഞു. പ്രിയരെ, വീരപ്പൻ പറഞ്ഞതുപോലെ ശരിക്കും 11 മണിക്ക് തന്നെ കേരളം പരിപൂർണമായി നശിപ്പിച്ചു. എല്ലാ ജീവജാലങ്ങളും ചത്തൊടുങ്ങി. പക്ഷെ അത്ഭുതകരമായി അന്നും ഇന്നും ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. ആരാണ് അയാൾ? ഞാൻ തന്നെയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? എന്റെ പുറകിൽ നിന്ന് ബോംബിട്ടായും മുന്നിൽ നിന്ന് ബോംബിട്ടായും ഒരു ക്ഷുദ്ര ശക്തികൾക്കും എന്നെ തകർക്കാൻ കഴിയില്ല. ജയ് ഗുരുവായൂരപ്പൻ.